എയ്റോ ഇന്ത്യ 2021 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് അവരുടെ നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ നിരവധി പ്രോഗ്രാമുകൾ പ്രദർശിപ്പിച്ചിരുന്നു. ഈ പ്രോഗ്രാമുകളിലൊന്നിന് മുഴുവൻ പ്രതിരോധ എയ്റോസ്പേസ് മേഖലയിൽ നിന്നും ശ്രദ്ധയും അഭിനന്ദനങ്ങളും നേടിയിരുന്നു. അതായിരുന്നു കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം അഥവാ HAL CATS പ്രോഗ്രാം എന്നത്. ഇന്നത്തെ വീഡിയോയിൽ HAL CATS പ്രോഗ്രാം വിശദമായി മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. കൂടാതെ ഈ സിസ്റ്റത്തിന്റെ ഘടകങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതോടൊപ്പം വരാനിരിക്കുന്ന ആകാശയുദ്ധത്തിൽ അവരുടെ സാധ്യമായ പ്രകടനങ്ങളും നേട്ടങ്ങളും വിശകലനം ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. ഒരു നൂതന ഫ്യൂച്ചറിസ്റ്റിക് എയർ വാർഫെയർ സിസ്റ്റമാണ് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം അഥവാ CATS പ്രോഗ്രാം എന്നത്. ഒരു പുതിയ സ്റ്റാർട്ടപ്പായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസുമായി സഹകരിച്ചാണ് HAL ഈ പ്രോഗ്രാം വികസിപ്പിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനായി സ്വാം ഡ്രോണുകൾ വികസിപ്പിച്ച അതേ സ്റ്റാർട്ടപ്പ് തന്നെയാണ് ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്നത്. 2021 ആർമിയുടെ പരേഡിൽ സ്വാം ഡ്രോൺ ടെക്നോളജി ഇന്ത്യ പ്രദർശിപ്പിച്ചിരുന്നു. വിവിധ മാൻഡ് അൺമാൻഡ് പ്ലാറ്റ്ഫോമുകൾ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത സംവിധാനമായിരിക്കും CATS പ്രോഗ്രാം. ഈ സംവിധാനത്തിൽ മാൻഡ് പ്ലാറ്റ്ഫോമായി തേജസ് യുദ്ധവിമാനം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇതോടൊപ്പം നിരവധി UCAVകളും ഉണ്ടാകും. ഈ UCAVകൾ യുദ്ധവിമാനത്തിന്റെ വിങ്മാൻ പോലെ പ്രവർത്തിക്കുകയും വിമാനം ഡ്രോണുകളുടെ ഒരു മദർഷിപ്പായി പ്രവർത്തിക്കുകയും ചെയ്യും. ശത്രു ആക്രമണങ്ങളിൽ നിന്നും ഈ UCAVകൾ വിമാനത്തെ സംരക്ഷിക്കുകയും അതോടൊപ്പം മദർഷിപ്പായ യുദ്ധവിമാനത്തിന്റെ പൈലറ്റിന്റെ നിർദ്ദേശപ്രകാരം ഈ UCAVകൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടാനും കഴിയും. ഇവ കൂടാതെ യുദ്ധവിമാനങ്ങളിൽ ക്രൂയിസ് മിസൈലുകളും സ്വാം ഡ്രോൺ കാരിയറുകളും സ്ഥാപിക്കും. അതോടൊപ്പം നിരീക്ഷണത്തിനും ഏകോപനത്തിനുമായി ഹൈടെക് സ്യൂഡോ സാറ്റലൈറ്റ് കൂടി ഇവയ്ക്കൊപ്പം ഉണ്ടാകും. CATS പ്രോഗ്രാമിൽ പ്രധാനമായും 4 ഘടകങ്ങളാണ് ഉണ്ടാകുക. അവ ഓരോന്നായി മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം. ഒന്നാമതായി CATS വാരിയർ വിങ്മാൻ ഡ്രോണുകൾ. ഒരു അൺമാൻഡ് ഏരിയൽ കോമ്പാറ്റ് വെഹിക്കിൾ അഥവാ ഒരു UCAV ആയിരിക്കും CATS വാരിയർ എന്നത്. മുകളിൽ പറഞ്ഞതുപോലെ ഈ UCAVകൾ അതിന്റെ ദൗത്യത്തിനായി യുദ്ധവിമാനത്തോടൊപ്പം സഞ്ചരിക്കും. സ്റ്റെൽത്ത് സവിശേഷതകൾ കാരണം ഈ ഡ്രോണുകൾ ശത്രു റഡാറുകൾക്കും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും നിരീക്ഷിക്കാൻ കഴിയാത്തവയായിരിക്കും. ഈ UCAVകൾ അതിന്റെ മദർഷിപ്പിന്റെ അതായത് യുദ്ധവിമാനത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. ഈ UCAVകൾക്ക് പരമാവധി ക്രൂയിസിംഗ് വേഗത 0.7 മാക്കും പരമാവധി വേഗത 0.8 മാക്കുമായിരിക്കും. കൂടാതെ ഇവയ്ക്ക് 800 കിലോമീറ്ററിന്റെ റേഞ്ചും അതോടൊപ്പം 1400 കിലോഗ്രാം പരമാവധി ടേക്ക് ഓഫ് വെയിറ്റും 250 കിലോഗ്രാം പേലോഡും വഹിക്കാൻ കഴിയും. അതോടൊപ്പം കുറഞ്ഞത് 2 സ്മാർട്ട് ആന്റി എയർഫീൽഡ് ആയുധങ്ങൾ വഹിക്കാനും CATS വാരിയർക്ക് കഴിയും. ഡ്രോണിന്റെ ഇന്റേണൽ വെപ്പൺ ബേയിൽ സൂക്ഷിക്കുന്ന ഈ ആയുധങ്ങൾ ഗ്രൗണ്ട് അറ്റാക്ക് റോളുകൾ ഭംഗിയായി നിർവഹിക്കും. കൂടാതെ ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലിന്റെ നൂതന പതിപ്പായ നെക്സ്റ്റ് ജനറേഷൻ ക്ലോസ് കോമ്പാറ്റ് മിസൈൽ അഥവാ NGCCM ഈ ഡ്രോണിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഈ മിസൈൽ ഡ്രോണിന്റെ സ്വയം സംരക്ഷണ റോളുകൾ ഭംഗിയായി നിർവഹിക്കും. ഇത് MBDA വികസിപ്പിക്കുകയും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അസംബ്ലി ചെയ്യുകയും ചെയ്യുന്നു. നിലവിൽ ഉപയോഗിച്ചു വരുന്ന റഷ്യൻ മിസൈലുകളായ R-73 ഇത് മാറ്റിസ്ഥാപിക്കുമെന്ന് കരുതപ്പെടുന്നു. ഈ സിസ്റ്റം മൊത്തത്തിൽ ഒരു ടീമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് കനത്ത പ്രതിരോധത്തിലുള്ള വ്യോമാതിർത്തി ആക്രമിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സംവിധാനമാണിത്. യുദ്ധവേളകളിൽ ചില ഡ്രോണുകൾ നഷ്ടപ്പെട്ടാലും യുദ്ധവിമാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവ വളരെ കുറഞ്ഞ നഷ്ടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. കൂടാതെ നമ്മുടെ പൈലറ്റുമാരുടെ വിലമതിക്കാനാകാത്ത ജീവൻ രക്ഷിക്കാനും നമുക്ക് കഴിയും. ഏറ്റവും പ്രധാനമായി ഇവയുടെ സ്റ്റെൽത്തി സവിശേഷതകൾ കാരണം ഈ ഡ്രോണുകളെ കണ്ടെത്താനും തകർക്കാനും പ്രയാസമാണ്. രണ്ടാമതായി CATS ഹണ്ടർ. HAL CATS പ്രോഗ്രാമിൽ ഈ സിസ്റ്റത്തിന്റെ കൃത്യമായ സ്വഭാവത്തെക്കുറിച്ച് ചില അവ്യക്തതകളുണ്ട്. മോഡലുകൾ അനുസരിച്ച് ഇതൊരു ക്രൂയിസ് മിസൈൽ ആകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതൊരു ഡ്രോൺ കാരിയർ ആകാനും ഒരു ചെറിയ സാധ്യതയുണ്ട് എന്നും കരുതപ്പെടുന്നു. നിലവിലെ വിവരമനുസരിച്ച് ഇത് എയർ ലോഞ്ച്ഡ് ലോ ഒബ്സർവബിൾ ഹൈ പ്രിസിഷൻ ക്രൂയിസ് മിസൈൽ ആയിരിക്കും. CATS ഹണ്ടർ അതിന്റെ മദർഷിപ്പിലാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇതൊരു പുതിയ തദ്ദേശീയ എയർ ടു സർഫസ് ക്രൂയിസ് മിസൈൽ ആയിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. വ്യോമസേനയുടെ റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഇതിനോടകം തന്നെ സംയോജിപ്പിച്ചിരിക്കുന്ന സ്കൽപ്പ് മിസൈലിന് സമാനമായ പങ്ക് ഇത് നിർവഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതോടൊപ്പം ഇത് നൂതന നാവിഗേഷൻ സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നു. 600 കിലോഗ്രാം ഭാരമുള്ള ഈ മിസൈലിന് 250 കിലോഗ്രാം വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയുണ്ട് എന്നതുകൂടാതെ ഈ മിസൈലിന്റെ പരമാവധി റേഞ്ച് 200 കിലോമീറ്റർ ആയിരിക്കും. ലാൻഡ് മാരിടൈം ടാർഗറ്റുകളെ ആക്രമിക്കുക എന്നതാണ് ഹണ്ടറിന്റെ പ്രധാന റോളായി ഉയർത്തിക്കാട്ടുന്നത്.
LCA തേജസ്, മിറാഷ് 2000, സുഖോയ് 30 MK തുടങ്ങിയ വ്യോമസേനയിലെ വിവിധ പോരാളികളിൽ ഇത് സംയോജിപ്പിക്കാൻ കഴിയും. ഭാവിയിൽ വരാനിരിക്കുന്ന പോരാളികളായ മീഡിയം വെയ്റ്റ് ഫൈറ്റർ, TDBF, AMC എന്നിവയിലും ഈ മിസൈൽ സംയോജിപ്പിക്കാൻ കഴിയും. ബ്രഹ്മോസ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യ HAL കാറ്റ്സിൽ പുതിയ ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കുന്നത് എന്നൊരു സംശയം വന്നേക്കാം. അതിനുള്ള ഉത്തരം ഹണ്ടർ മിസൈലുകൾ ബ്രഹ്മോസിനേക്കാൾ കൂടുതൽ സ്റ്റെൽത്തിയാണ് എന്നുള്ളതാണ്. മൂന്നാമതായി ആൽഫ-S സ്വാം ഡ്രോണുകൾ. ഇത് HAL കാറ്റ്സ് പ്രോഗ്രാമിന്റെ ഒരു അസാധാരണ സവിശേഷതയാണ്. അതായത് മദർഷിപ്പിൽ സംയോജിപ്പിച്ച നിരവധി കാരിയർ പോഡുകൾ ഉണ്ടാകുമെന്നും ഓരോ പോഡിലും 4 ഡ്രോണുകൾ വീതം വഹിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. ഒരു സംഘർഷ മേഖലയിലെത്തുന്ന യുദ്ധവിമാനം ഈ കാരിയർ പോഡിനെ റിലീസ് ചെയ്യുന്നു. റിലീസ് ചെയ്യുന്നു. ഈ കാരിയറിന് തന്നെ 100 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വന്തമായി യാത്ര ചെയ്ത ശേഷം 4 ഡ്രോണുകളുടെ ഒരു കൂട്ടത്തെ പുറത്തേക്ക് വിടാൻ ഈ കാരിയറിന് കഴിയും. ഈ ഡ്രോണുകൾക്ക് എയർ ടു ഗ്രൗണ്ട്, എയർ ടു എയർ പോരാട്ടങ്ങൾ നടത്താൻ കഴിയും. കൂടാതെ ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ആക്രമണത്തിൽ നിന്നും ഈ ഫോർമേഷനെ സംരക്ഷിക്കാനും ഈ ഡ്രോണുകൾക്ക് കഴിയും. LCA തേജസിന് 3 പോഡുകളും സുഖോയ് 30 MKയ്ക്ക് 4 പോഡുകളും വീതം വഹിക്കാൻ കഴിയും. ഈ സംവിധാനത്തിന്റെ ഏറ്റവും സവിശേഷമായ കാര്യം ലോകത്തിലെ ഒരു രാജ്യവും ഇതുവരെ അത്തരമൊരു സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ്. അതിനാൽ ഇത്തരം ഒരു ഫ്യൂച്ചറിസ്റ്റിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ആദ്യത്തെ രാജ്യമായി ഇന്ത്യ നിലവിൽ മാറിയിരിക്കുകയാണ്. നാലാമതായി ഇൻഫിനിറ്റി സ്യൂഡോ സാറ്റലൈറ്റുകൾ. അൾട്രാ ഹൈ ആൾട്ടിറ്റ്യൂഡ് സോളാർ പവേർഡ് സ്യൂഡോ സാറ്റലൈറ്റ് ആയിരിക്കും ഇത്. ഇതിന് ഏകദേശം 20,000 അടി ഉയരത്തിലേക്ക് പറക്കാൻ കഴിയും. അതിനാൽ തന്നെ ഉപഗ്രഹങ്ങളും UAVകളും തമ്മിലുള്ള നിരീക്ഷണ സംവിധാനത്തിലെ വിടവ് നികത്താൻ ഇതിന് കഴിയും. ഈ സ്യൂഡോ സാറ്റലൈറ്റിൽ നൂതന സെൻസറുകളും സിന്തറ്റിക് അപ്പർച്ചർ റഡാറും ഉണ്ടായിരിക്കും. ശത്രു പ്രദേശത്തെ ലക്ഷ്യങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുക, കാറ്റ്സ് വാരിയറുടെ ദൗത്യം ഏകോപിപ്പിക്കുക എന്നിവയാണ് HAL കാറ്റ്സ് പ്രോഗ്രാമിലെ സാറ്റലൈറ്റിന്റെ പ്രധാന റോൾ എന്നത്. കൂടാതെ കുറഞ്ഞ ചെലവ് കാരണം ഇതിന് കാര്യമായ നേട്ടങ്ങളുമുണ്ട്. വിദൂര പ്രദേശങ്ങളിൽ 4G 5G സേവനങ്ങൾ സുഗമമാക്കുന്നതിനും ഈ സ്യൂഡോ സാറ്റലൈറ്റ് ഉപയോഗിക്കാൻ കഴിയും. സിവിലിയൻ ഉപയോഗത്തോടൊപ്പം സായുധ സേനയുടെ ആശയവിനിമയ സംവിധാനങ്ങളും ഇത് വർദ്ധിപ്പിക്കും. ഇന്ത്യ ഇത്തരം സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രധാന കാരണം പരിമിതമായ വിഭവങ്ങളാണ്. പരിമിതമായ വിഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ പ്രോഗ്രാം നിരവധി ആനുകൂല്യങ്ങൾക്കും കാരണമാകും. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. ഒന്നാമതായി വ്യോമസേനയുടെ കുറഞ്ഞ സ്ക്വാഡ്രോൺ ശക്തിയെ പിന്തുണയ്ക്കുക. 42 സ്ക്വാഡ്രോണുകൾ അനുവദനീയമാണെങ്കിലും വ്യോമസേന ഇപ്പോൾ 32 സ്ക്വാഡ്രോൺ യുദ്ധവിമാനങ്ങൾ മാത്രമേ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ. വിങ്മാൻ ഡ്രോണുകൾ ഒരു വിമാനത്തിന്റെ റോൾ വഹിക്കുന്നതിനാൽ HAL കാറ്റ്സ് പ്രോഗ്രാമിന് ഈ വിടവ് നികത്താനാകും. രണ്ടാമതായി ലാഭകരമായ ചെലവ്. റിപ്പോർട്ടുകൾ പ്രകാരം കാറ്റ്സ് വാരിയർ വിങ്മാനിന് $5 ദശലക്ഷം താഴെ മാത്രമേ വിലയുള്ളൂ. അതായത് ഏകദേശം 37 കോടി രൂപ. ഒരു യുദ്ധവിമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് ഇത് എന്നതും ശ്രദ്ധേയമാണ്. മൂന്നാമതായി പൈലറ്റുമാരുടെ ജീവൻ രക്ഷിക്കുന്നു. മാൻഡ് എയർക്രാഫ്റ്റുകൾക്ക് ശത്രുവിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെ തന്നെ ബെലാക്കോട്ട് മിഷനുകൾ പോലെയുള്ള സ്ട്രൈക്കുകൾ നടത്താൻ കഴിയും. നാലാമതായി ഇന്ത്യക്ക് സാങ്കേതിക വിദ്യയിൽ നേതാവാകാൻ കഴിയും. ഇത്തരമൊരു സംയോജിത പരിപാടിയിൽ മറ്റൊരു രാജ്യവും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അമേരിക്കൻ ബോയിങ് കമ്പനിയും ഒരു വിങ്മാൻ ഡ്രോണിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചൈനയും ഒരു UCAV പരീക്ഷിച്ചുവെങ്കിലും അവ ഇപ്പോഴും വികസന ഘട്ടത്തിലാണ്. ആൽഫ-S സ്വാം ഡ്രോണുകൾ പോലെയുള്ള കൺസെപ്റ്റിൽ ഒരു രാജ്യവും നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. അതിനാൽ തന്നെ ആദ്യം അത്തരം സംവിധാനം വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേതൃത്വം വഹിക്കാൻ കഴിയും. അഞ്ചാമതായി ഇന്ത്യൻ പ്ലാറ്റ്ഫോമിനായുള്ള കയറ്റുമതി വിപണി ഉയർത്തുക. ഇന്ത്യയുടെ പല സൗഹൃദ രാജ്യങ്ങളും ഈ സംവിധാനം ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യാൻ താൽപ്പര്യപ്പെട്ടേക്കാമെന്ന് കരുതപ്പെടുന്നു. ഇന്ത്യൻ ഗവൺമെന്റ് രൂപീകരിച്ച $35 മില്യൺ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം നേടാൻ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ആഭ്യന്തര ഫണ്ടിൽ നിന്നും 400 കോടി രൂപ ഉപയോഗിച്ചാണ് കമ്പനി ഈ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് HAL എഞ്ചിനീയറിംഗ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ പറഞ്ഞിരുന്നു. 2025ഓടെ HAL കാറ്റ്സ് പ്രോഗ്രാം പൂർണ്ണമായും സൈന്യത്തിന്റെ ഭാഗമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ മുൻപിൽ 2017 പൊക്രാൻ റേഞ്ചിൽ ഈ സംവിധാനം രഹസ്യമായി പരീക്ഷിച്ചതായും ഇതിന്റെ പ്രകടനത്തിൽ അവർ മതിപ്പുളവാക്കിയതായും അടുത്തിടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു. ഒരിക്കൽ വികസിപ്പിച്ചെടുത്താൽ HAL കാറ്റ്സ് പ്രോഗ്രാം വ്യോമാക്രമണത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റുമെന്നതിൽ സംശയമില്ല.
വ്യോമശക്തിയുടെ ഫയർ പവറിൽ അധിക ശക്തി ചേർക്കുന്നതിന് പുറമെ ആഗോള പ്രതിരോധം കൈവരിക്കാൻ ഇന്ത്യൻ പ്രതിരോധ എയ്റോസ്പേസ് വ്യവസായത്തെയും ഇത് സഹായിക്കും. കൂടാതെ ഒരു സ്വകാര്യ മേഖലാ കമ്പനിയുടെ വിജയകരമായ പങ്കാളിത്തം ഇന്ത്യയിൽ ശക്തമായ എയ്റോസ്പേസ് ഇക്കോസിസ്റ്റം സൃഷ്ടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനായി HAL, ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് എന്നിവർക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.